ഓക്കെ ലെബി, നമുക്ക് ശരണിലേക്ക് കൂടി പോവാം. ശരൺ, എന്തായാലും ഇപ്പോൾ തിരച്ചിൽ തുടരാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂബ ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ പുഴയിൽ തന്നെ തിരച്ചിൽ, അത് മഴ പെയ്യുന്നുണ്ട്, ഒപ്പം കൂരാക്കൂരി ഇരുട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തിരച്ചിൽ എത്രത്തോളം സാധ്യമാകുന്നു എന്നുള്ളത് ദുഷ്കരമാണ് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ തിരച്ചിൽ തുടരുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉറച്ചു നിൽക്കുന്നത്, അല്ലേ ശരൺ? തിരച്ചിൽ തുടരുക എന്നുള്ളത് തന്നെ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സ്കൂബ ടീമിനെ കൂടി അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുഴയിൽ ആഴമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നേരത്തെ ഡിവൈഎസ്പി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂബ ടീമിനെ എത്തിച്ചുള്ള ഒരു വിശദമായ തിരച്ചിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂബ ടീം അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അമ്മ പുത്തൻകുരിശ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അത് സംബന്ധിച്ച് നേരത്തെ അവരുടെ മൊഴി എടുപ്പിലേക്ക് കടന്നിരുന്നതാണ്. ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് ആലുവയിൽ എത്തിയ ശേഷം അവിടുന്ന് കുഞ്ഞ് മിസ്സായെന്നുള്ളതാണ്. പിന്നീടാണ് ഈ മൂഴിക്കുളം പാലം എന്നുള്ളതിലേക്ക് എത്തുന്നത്. ഈ മൂഴിക്കുളം പാലം എന്നുള്ളതിൽ ഇപ്പോഴും അമ്മ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തുടർച്ചയായിട്ട് ചോദിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. താൻ മൂഴിക്കുളം പാലത്തിന്റെ ഭാഗത്തേക്ക് ആ പരിസരത്തേക്ക് ബസ്സിൽ വന്ന് ഇറങ്ങി ഈ കുഞ്ഞുമായി നേരെ മൂഴിക്കുളം പാലത്തിലേക്ക് പോയിരുന്നു. അതിനുശേഷം പാലത്തിൽ നിന്നും കുഞ്ഞിനെ താഴേക്ക് ഇട്ടു എന്നുള്ള മൊഴി, അതിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണെന്നുള്ളതാണ് പോലീസിനോട് ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ആ പ്രദേശത്താകെ തന്നെ വലിയ രീതിയിൽ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും റോഷൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വെല്ലുവിളികൾ ഈ ഘട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് മഴ ശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പുറമെ തന്നെ പുഴയിൽ നല്ല ഒഴുക്കുണ്ട്, ആഴമുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ ആഴവുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്കൂബ ടീമിനെ അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്കൂബ ടീമിനെ എത്തിച്ചുള്ള പരിശോധനയിൽ അല്ലെങ്കിൽ തിരച്ചിലിന് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും വലിയ സംവിധാനങ്ങളാണ് ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സ്കൂബ ടീമിനെ എത്തിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ സാന്നിധ്യത്തിലുള്ള വലിയ തിരച്ചിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പാലത്തിന്റെ ചുറ്റുമായി തന്നെ ഇത്തരത്തിൽ വലിയ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നത് ഈ പാലത്തിന്റെ ആ ഭാഗത്തേക്ക്, അതായത് CCTV കൃത്യമായി തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതിൽ നിന്നും ബസ്സിൽ വന്ന് അമ്മയും കുഞ്ഞും കൂടി ഇറങ്ങുന്നു. അതിനുശേഷം നടന്ന് ഈ പാലത്തിലേക്ക് വരുന്നു. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. അവിടെ ആരും കണ്ടതായിട്ടുള്ള ആളുകളില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവർ പറഞ്ഞേനെ അമ്മ ഇത്തരത്തിൽ ചെയ്യുകയായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസിനെ പരിശ്രമിക്കാനുള്ളത് ആ ഭാഗത്ത് തന്നെയാണ്. അവിടെ നിന്ന് ആ പാലത്തിന്റെ താഴേക്ക് ഈ കുഞ്ഞിനെ ഇട്ടു എന്നുള്ള അമ്മയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അവിടെ കുഞ്ഞിനായുള്ള വലിയ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്നും പിന്നീട് ഓട്ടോയിലാണ് ഈ അമ്മ വീട്ടിലേക്ക് പോയത് എന്നുള്ളത് കൂടി പോലീസ് സ്ഥിരീകരിച്ചിരുന്നതാണ്. ഈ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോഴും ഓട്ടോ ഡ്രൈവർ പറഞ്ഞിരുന്നത് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാലം കഴിഞ്ഞ് ഈ കുഞ്ഞുമായിട്ട് അമ്മ പോയിട്ടില്ല. അമ്മ ഒറ്റയ്ക്കാണ് പോയത്. അമ്മയും കുഞ്ഞുമായിട്ട് ഇത്തരത്തിൽ അമ്മ കുഞ്ഞുമായിട്ട് ഈ പാലത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിന്റെ അടുത്ത ഘട്ടം, അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പ്രകാരം ഏറ്റവും ഒടുവിൽ മൂഴിക്കുളം പാലത്തിന്റെ പരിസരത്ത് അമ്മ കുട്ടിയുമായി ബസ് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. അവിടെ നിന്നും അമ്മ കുട്ടിയെയും കൊണ്ട് പാലത്തിലേക്ക് നടന്നതായിരിക്കാമെന്ന് നമ്മൾ കരുതുന്നു. പ്രതികരണങ്ങളിലടക്കം അത്തരത്തിൽ നമുക്ക് വ്യക്തമാവുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? പ്രത്യേകിച്ച് പാലമായതുകൊണ്ട് തന്നെ ആ പാലത്തിൽ അങ്ങനെ കടകളോ മറ്റോ ഇല്ല. നമുക്ക് CCTV ദൃശ്യങ്ങൾ എടുക്കുക സാധ്യമല്ല. പക്ഷേ അതിനുശേഷം പിന്നീട് അമ്മ കുട്ടിയില്ലാതെ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ്. ഓട്ടോ ഡ്രൈവർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ മാത്രമാണ്, ഇന്നയാൾ മാത്രമാണ് ഓട്ടോയിൽ കയറിയത്, അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് പോയത് എന്നുള്ള കാര്യം അയാൾ കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പോലീസിനോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്, പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ മൂഴിക്കുളം പാലത്തിന്റെ പരിസരത്ത് അമ്മ കുട്ടിയുമൊത്ത് ഈ ബസ് ഇറങ്ങി എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്നും
സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം നടന്ന് പാലത്തിലേക്ക് വരുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും അവിടെ CCTV ദൃശ്യങ്ങളില്ല, കണ്ട ആളുകളില്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്താനുള്ളത്. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് കൂടുതലായി പരിശോധന നടത്തുമ്പോൾ കുട്ടിയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അവിടെ നാട്ടുകാർ നേരത്തെ പോലീസിന് നൽകിയിരുന്ന വിവരം എന്ന് പറയുന്നത് ഈ അമ്മയും അച്ഛനും തമ്മിൽ നേരത്തെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിന് ശേഷമാണ് ഇന്നും ഈ കുഞ്ഞുമായിട്ട് അമ്മ പോയെന്നുള്ളതാണ്. അപ്പോൾ ആ തർക്കത്തെ തുടർന്ന് എന്ത് സംഭവിച്ചു, ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യം ഒരു സംശയമായിട്ട് ഉയരുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും കുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള വലിയ പരിശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ വെല്ലുവിളിയായി മാറുന്നുണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് പോലീസ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ സ്കൂബ ടീമുണ്ട്. അവരുടെ തന്നെ ആഴത്തിലുള്ള തിരച്ചിൽ ഒക്കെ അവിടെ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ മൂഴിക്കുളം പാലം തന്നെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.